നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ബാങ്കിങ് ജോലിയിലെ അതികായകനെ കുറിച്ചിട്ടാണ് അല്ലേ. അതികായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കിങ് മേഖലയിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന തസ്തിക, ഏറ്റവും ഉയർന്ന ജോലി ഏതാണ്? എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. ആരാണ്? RBI ഗ്രേഡ് ബി ഓഫീസർ ലെവൽ പോസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതികായകൻ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതികായകനാവണമെങ്കിൽ അത് ഇത്തിരി വലിയൊരാളായിരിക്കും. വലിയ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി അല്ലേ. ഒരു ഡിഗ്രിക്കാരന് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ, അതായത് നമ്മളൊക്കെ ഒരു ജോലിയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ അടുത്ത് എന്ത് ചോദിക്കും? എക്സ്പീരിയൻസ് ചോദിക്കും. നിങ്ങൾക്ക് എത്ര കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്? ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? സാലറിയൊക്കെ ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ ഒരു 3 കടമകൾ ചാടി കടന്നു കഴിഞ്ഞാൽ കയറുമ്പോൾ തന്നെ ഇൻ ഹാൻഡ് സാലറി എത്ര രൂപയാണെന്നറിയോ? 1,80,000 രൂപ അപ്രോക്സിമേഷൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? കയ്യിൽ കിട്ടും. 1,80,000 രൂപ ഒരു ഡിഗ്രിയുള്ള ഒരു വ്യക്തിക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ നമ്മുടെ ഇന്ത്യയിൽ ലഭിക്കും. സ്റ്റാർട്ടിങ് ആ ജോലിയാണ് എന്ത്? RBI ഗ്രേഡ് ബി ഓഫീസർ പോസ്റ്റ്. അപ്പോൾ അതിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് എത്തിപ്പെടാം? എങ്ങനെ RBI ഗ്രേഡ് ബി എന്ന് പറയുന്ന അപ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോലിയിലേക്ക് നിങ്ങളുടെ കരിയർ തന്നെ, നിങ്ങളുടെ ജീവിത നിലവാരം തന്നെ മാറ്റിമറിക്കുന്ന ആ ജോലിയിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് എത്തിച്ചേരാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ആ സാലറി കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ജസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ അപ്രോക്സിമേറ്റ് നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടും? 1,80,000 രൂപയോളം നിങ്ങൾക്ക് കയ്യിൽ വാങ്ങാം. ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൂടാതെ ശമ്പളം മാത്രമല്ല, RBI ഗ്രേഡ് ബി ഓഫീസർക്ക് എന്തൊക്കെ അലവൻസ് ആണ് കിട്ടുക? ലീവ് ഫെയർ, ട്രാവൽ അലവൻസ്, ഫ്യൂവൽ അലവൻസ്, മെയ്ഡ് അലവൻസ്, മൊബൈൽ അലവൻസ്, സോഡക്സോ കൂപ്പൺസ്, പിന്നെന്താണ് DA ഹൗസ് റെൻ്റ് അലവൻസ്, CA എഡ്യൂക്കേഷൻ അലവൻസ്, മെഡിക്കൽ അലവൻസ്, പിന്നെ ബ്രീഫ് കേസ് മേടിക്കാനുള്ള അലവൻസ് വരെ കൊടുക്കുന്നുണ്ട്, സ്പെക്ടാക്കിൾസ് അലവൻസ്, ബാങ്ക് ലോൺ ഫെസിലിറ്റി, പെൻഷൻ, അതായത് കണ്ണട മേടിക്കാൻ വരെയുള്ള അലവൻസ് എന്ത് കൊടുക്കുന്നുണ്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവർക്ക് കൊടുക്കുന്നുണ്ട്. പെട്ടി അല്ലേ, ബ്രീഫ് കേസ്, ബാഗ് മേടിക്കാനുള്ള അലവൻസ്. അത്രയ്ക്കും ഗ്ലാമറസ് ആയിട്ടുള്ള ജോലിയാണ് ഇത് RBI ഗ്രേഡ് ബി. നിങ്ങളൊരു കാര്യം ആലോചിക്കാം. നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന കാര്യം എന്താ? ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു താമസം, നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല സ്ഥലത്ത് താമസിക്കാനുള്ള അലവൻസ്, റെൻറ്റ് ഫുള്ളായിട്ട് എന്ത് വഹിക്കും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കും. നിങ്ങൾക്ക് വാഹനം വാങ്ങുവാനുള്ള ലോൺ, വെഹിക്കിൾ ലോൺ, അതിൽ പെട്രോൾ അടിക്കാനുള്ള അലവൻസ്, ദെൻ അതുകൂടാതെ ഹൗസ്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വാങ്ങണമെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ലോൺ ഫെസിലിറ്റി. നമുക്ക് പിന്നെ ചിലവ് വരുന്ന കാര്യമാണ് എന്ത്? മെഡിക്കൽ എക്സ്പെൻസസ്. ഇപ്പം നിങ്ങളുടെ പാരൻസിനായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫ്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പാരൻസ്, ഇത്ര ആൾക്കാർക്കുള്ള ഇൻഷുറൻസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും എമൗണ്ട് സ്പെൻഡ് ചെയ്യണ്ട, അതിനുള്ള ഇൻഷുറൻസും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഏതൊരു ജോലിക്കും കിട്ടുന്ന പോലെയുള്ള എല്ലാ അലവൻസുകളും ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 1,80,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്, ബാക്കി വരുന്ന ചിലവുകളൊക്കെ ഒരുവിധം എല്ലാം ബാങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ 1,80,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്ന ബോണസ് പോലെയാണല്ലേ. കാരണം നമുക്ക് വരുന്ന മെജോറിറ്റി ചിലവുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അലവൻസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ സാലറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ആയിട്ടോ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയ്ക്കധികം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോലിയാണ് RBI ഗ്രേഡ് ബി. ഇനി RBI ഗ്രേഡ് ബിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസർവ് ബാങ്കിൻ്റെ ഏറ്റവും ഉയർന്ന പോസ്റ്റിലേക്ക് വരെ എത്താനുള്ള എന്തുണ്ട്? സാധ്യതയുണ്ട്. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്തും എറണാകുളത്തും കൊച്ചിയിലുമാണ് ബ്രാഞ്ച് ഉള്ളത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള സിറ്റികളിലാണ് ബ്രാഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സിറ്റി ലൈഫായിരിക്കും കൂടുതലുണ്ടാവുക. റൂറൽ ഏരിയകളിലേക്കൊന്നും പോസ്റ്റിംഗ് ലഭിക്കില്ല. ക്ലിയർ അല്ലേ? ദെൻ ഇതിനെന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലേ? പഠിക്കണം.
അപ്പോൾ നമ്മൾ പഠിക്കാനായിട്ടുള്ള എന്തൊക്കെ കടമ്പകൾ ചാടിക്കടക്കണം? ആദ്യം ഒരു phase 1 എക്സാം ഉണ്ട്. അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ്. നമ്മളുടെ ബാങ്ക് എക്സാം പോലെ തന്നെ, പക്ഷെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. എന്താണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തത് phase 2 ആ. അതെന്താണ്? ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാമിനേഷനാണ്. ദെൻ നമുക്ക് ഓഫീസർ പോസ്റ്റുകൾ എല്ലാത്തിലുള്ള ആള് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഈ 3 കടമ്പകൾ നിങ്ങൾ ചാടിക്കടന്നാൽ നിങ്ങൾ എത്തുന്നത് ആ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റിലേക്കാണ്. അപ്പോൾ ഈ 3 ഫേസുകൾ മെയിൻ ആയിട്ട് വരുന്ന പ്രിലിമിനറി എക്സാമിനെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടി നമുക്ക് phase 1 എക്സാമിനേഷൻ അതിലെ സിലബസ് കാര്യമൊക്കെ ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അല്ലേ? നമ്മളുടെ IBPS POK ഒക്കെ ചോദിക്കുന്ന മെയിൻസ് ഉണ്ടല്ലോ, നമ്മളുടെ മെയിൻസ് എക്സാം, ആ ഒരു പാറ്റേണിലാണ് ഈ phase 1 എക്സാമിനേഷൻ RBI കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും എന്തൊക്കെയാണുള്ളത്? ഇവിടെ ജനറൽ അവെയർനെസ് 80 ക്വസ്റ്റ്യൻ ഉണ്ട്. മാക്സിമം മാർക്ക് 80 ആണ്. അതേപോലെ നമുക്ക് വരുന്നത് എത്രയാണ്? 25 മിനിറ്റ്സ് ആണ് സമയം വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് QA 30 ക്വസ്റ്റ്യൻസ് 30 മാർക്സ്, അതിനും 25 മിനിറ്റ്സ് ആണ്. ദെൻ നമുക്ക് ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്സ് 25 മിനിറ്റ്സ് ആണ്. റീസണിങ് 60 ക്വസ്റ്റ്യൻസ് 60 മാർക്ക് 45 മിനിറ്റ്സ്. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ആണ്, 200 മാർക്സ് ആണ്, 120 മിനിറ്റ്സ് ആണ്. 2 മണിക്കൂറിൻ്റെ എക്സാം ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു മെയിൻസ് എക്സാം? സാധാരണ ബാങ്ക് എക്സാമിൻ്റെ മെയിൻസ് എക്സാമിൻ്റെ പാറ്റേണിലാണ് എന്ത് പോകുന്നത്? RBI ഗ്രേഡ് ബിയുടെ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്? നമുക്ക് phase 2 എന്താണെന്ന് നോക്കാം. അത്യാവശ്യം ഞാൻ പറഞ്ഞു അതികായകനാണ്. അതായത് അത്രയും വലിയൊരു പോസ്റ്റിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. അപ്പം മെയിൻസിലേക്ക് വരുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്. നോക്കാം. നമുക്ക് പ്രധാനമായിട്ട് 3 പേപ്പറാണ് വരുന്നത്. പേപ്പർ 1 എന്താണ്? എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. അവിടെ ഓബ്ജക്റ്റീവ് ടൈപ്പായിട്ട് ഒരു 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 30 മിനിറ്റ് സമയമുണ്ട്. 50 മാർക്കാണ് ഉണ്ടാവുക. ദെൻ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. 6 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. പക്ഷെ നമ്മൾ 4 എണ്ണം അതിൽ എഴുതിയാൽ മതി. 90 മിനിറ്റ് സമയം ഉണ്ടാവും. 50 മാർക്കാണ് ഉണ്ടാവുക. രണ്ടാമത്തെ പേപ്പർ ഇംഗ്ലീഷ് ആണ്, റൈറ്റിംഗ് സ്കിൽസ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് തന്നെയാണ്. 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ പ്രിസൈസ്, റീഡിംഗ് കോംപ്രഹെൻഷൻ ആൻഡ് എസ്സേ 90 മിനിറ്റ് 100 മാർക്കാണ് സമയം ഉണ്ടാവുക. ദെൻ മൂന്നാമത്തെ പേപ്പർ എന്താണ്? ഫിനാൻസ് ആൻഡ് മാനേജ്മെൻറ്റ്. ഒബ്ജക്റ്റീവ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ആദ്യത്തെ പേപ്പറിലെ പോലെ തന്നെ 30 ക്വസ്റ്റ്യൻ എന്തുണ്ടാവും? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 30 മിനിറ്റ് ആണ്, 50 മാർക്സ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് 6 ക്വസ്റ്റ്യൻ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയാവും. 90 മിനിറ്റ് 50 മാർക്കാണ്. ഓക്കെ, അപ്പോൾ phase 2 ലെവലിൽ ഈ രീതിയിലാണ് എന്ത് വരിക? നമ്മളുടെ എക്സാമിനേഷൻ വരിക. ഇവിടെ നിന്ന് ക്വാളിഫൈ ആവുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവും? ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇൻ്റർവ്യൂവിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ 3 കടമ്പകൾ നമ്മൾ ചാടിക്കടന്നാലാണ് നമുക്ക് എന്താവുക? ആ കസേര RBIയിൽ ഗ്രേഡ് ബി ഓഫീസർ പോസ്റ്റിൻ്റെ ആ കസേര നിങ്ങൾക്ക് സ്വന്തമാവും അല്ലേ? ദെൻ എങ്ങനെ പഠിക്കണം? നമ്മൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻസ് വരാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങണം. നമുക്കൊരു ആഗ്രഹമുണ്ട്, അതിന് തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിച്ചാൽ മാത്രം പോരാ. നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കത് സ്വന്തമാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങണം. നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങണം. phase 1 എക്സാമിനേഷന് പഠിക്കണം. അത് ഓൾറെഡി ബാങ്ക് എക്സാമിന് പഠിക്കുന്ന കുട്ടികളല്ലേ നിങ്ങൾ? നമ്മൾ മെയിൻസിന് വേണ്ടി പഠിക്കുന്ന കുട്ടികളല്ലേ? അപ്പോൾ നമുക്ക് phase 1 എന്ന് പറയുന്നത് നമ്മൾ അത്രയ്ക്കധികം ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഓൾറെഡി നമ്മൾ പഠിക്കുന്നതാണ്. phase 2 വരുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ പഠിക്കുന്നതുകൊണ്ട് രണ്ടാമത്തെ പേപ്പറും നമ്മളെ വലിയ കാര്യമായിട്ട് ബുദ്ധിമുട്ടിക്കില്ല. പക്ഷേ പേപ്പർ 1ഉം പേപ്പർ 3യും നമ്മൾ പഠിച്ചിരിക്കണം. ക്ലിയർ അല്ലേ പറഞ്ഞത്? അതെന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഒട്ടും വൈകാൻ പാടില്ല. ക്ലിയർ അല്ലേ? നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ എൻട്രി ഉണ്ട്. എൻട്രിയുടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും റെഡിയാണ്. സോ
നമുക്ക് phase 1 എക്സാമിനേഷന് വേണ്ടിയുള്ള കോച്ചിങ്ങും phase 2 വേണ്ടിയുള്ള കോച്ചിങ്ങും അതുകൂടാതെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, മോക്ക് ഇൻ്റർവ്യൂസ് അടക്കമുള്ള കോച്ചിങ് നമ്മളുടെ എൻട്രിയിൽ ലഭ്യമാണ്. ഓക്കെ, ദാ 4 ലെവലായിട്ടുള്ള പരിശീലനം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുകൂടാതെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് വിത്ത് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ത്രൂ ഔട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ പഠന നിലവാരം അളക്കുന്നതിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള പ്രോഗ്രസ് ട്രാക്കറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നിങ്ങളുടെ അനാലിസിസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോഴ്സിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടാവും, അതേപോലെ എന്തൊക്കെയാണ് പഠിക്കേണ്ടതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടാവും, അപ്കമിങ് എക്സാംസിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടാവും, ഇനി നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണ് വരുന്നത് അതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടാവും, എന്താണ് ക്വാളിഫിക്കേഷൻസ്, ഞാൻ പറഞ്ഞ ഒരു ഡിഗ്രിക്കാരന് അപ്ലൈ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്രായത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഇനിയും ഉണ്ടാവും. സോ അതിനെക്കുറിച്ചുള്ള ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും നമ്മളുടെ ബാച്ചുകളെ കുറിച്ച് അറിയാനൊക്കെ നമ്മളുടെ കൗൺസിലിംഗ് ടീമിൻ്റെ നമ്പർ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 7736122215. അതായത് 7736122215. ഞാൻ മലയാളത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ കൗൺസിലിംഗ് ടീമിൻ്റെ നമ്പറാണ്. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ, നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും നമ്മളുടെ കൗൺസിലിംഗ് ടീം പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, എല്ലാ സഹായങ്ങളും അവർ ചെയ്തു തരും. നമ്പർ മറക്കണ്ട, 7736122215 ആണ് ആ നമ്പർ. ദെൻ ഇനി പ്രിലിമിനറി എക്സാമിനേഷനൊക്കെ ഞങ്ങൾ സെറ്റാണ്. ഓക്കെ, ഞങ്ങൾ ഓക്കെയാണ് പ്രിലിമിനറി, ഞാൻ പ്രിലിമിനറി പാസ്സാവാറുണ്ട്. പക്ഷേ സാർ ഞങ്ങൾ മെയിൻസ് ക്വാളിഫൈ ആവുന്നില്ല. 1-2 മെയിൻസ് ഞാൻ എഴുതി, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് കുട്ടികൾ ഈ കാര്യം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. സാർ മെയിൻസിന് വേണ്ടി മാത്രമായിട്ട് കോച്ചിങ് ഉണ്ടോ? യെസ് ഉണ്ട്, മെയിൻസിന് വേണ്ടി മാത്രം കോച്ചിങ് എൻട്രിയിൽ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ബെനിഫിറ്റോട് കൂടി ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ്, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് വിത്ത് മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, പിന്നെ നേരത്തെ പറഞ്ഞ AI പ്രോഗ്രസ് ട്രാക്കർ ബേസ്ഡ് അനാലിസിസ് ഉൾപ്പെടെ മെയിൻസിന് ചോദിക്കുന്ന അതേ ക്വസ്റ്റ്യൻസ് വെച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യിപ്പിക്കും. ലൈവ് ക്ലാസ്സസ്, ലൈവ് സെക്ഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മളുടെ സ്പെഷ്യൽ മെയിൻസ് ബാച്ചും എൻട്രിയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് അറിയണമെങ്കിലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ നമ്പറില്ലേ 7736122215 എന്നുള്ള സെയിം നമ്പർ തന്നെ 7736122215 മറക്കണ്ട, ധൈര്യമായിട്ട് വിളിച്ചോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവർ റെഡിയാണ്. ഓക്കെ, അതിനാണ് ഈ നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ വീണ്ടും പറയുന്നു, അപ്കമിങ് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചായിക്കോട്ടെ, അപ്കമിങ് എക്സാംസിനെ കുറിച്ചായിക്കോട്ടെ, ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചായിക്കോട്ടെ, ബാച്ചസിനെ കുറിച്ചായിക്കോട്ടെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് വിളിച്ചോ 7736122215 എന്നുള്ള നമ്പറിലേക്ക്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ആരെക്കുറിച്ചാണ്? അതെ, കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് തന്നെ പറയാം, ബാങ്കിങ് ജോലികളിലെ അതികായകൻ, RBI ഗ്രേഡ് B. അപ്പോൾ ആ സ്വപ്ന ജോലി ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്താണ്? ആത്മാർത്ഥമായിട്ട് പഠിക്കുക എന്നുള്ള കാര്യമാണ്. കഷ്ടപ്പെടാതെ നമുക്ക് എന്തായാലും ഉയരങ്ങളിൽ എത്താൻ പറ്റില്ല. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യണം. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനായിട്ട് ആരും ഇരിക്കരുത്. നമ്മളൊരാഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.